നിന്റെ ശത്രു ആരാണെന്ന് പറയൂ, നീ ആരാണെന്ന് പറയാം. വലിയ ഗവേഷകനെ കണ്ടില്ലേ, തലയും കുത്തി നിൽക്കുന്നു. എടാ നിക്കടാ അവിടെ, ഞാൻ വരുന്നു. നിക്ക്. എടാ ചെങ്കല്ലേ, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എടാ നിന്റെ കെട്ടിയവൾക്ക് പ്രസവവേദന തുടങ്ങി, വേഗം ഒന്ന് ഇറങ്ങി വാടാ, ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി പോയാ കൊടിയാരാന്ന് സഖാവിനോട് ഒന്ന് കെട്ടാൻ പറയടാ. എന്റെ സഖാവിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുള്ളേ? നാശം പിടിച്ചവൻ. അള്ളക്ക് വേറെ ഒരു ജോലിയില്ല. ചേട്ടാ, നമ്മുടെ സഖാവ് വരുന്നുണ്ട്. സഖാവ് വന്നോ? ഇന്റർവ്യൂ മാത്രം വന്നിട്ട് കാര്യമില്ല, ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു നല്ല ഫോട്ടോയും വേണം. വൈകുന്നേരമുള്ള മീറ്റിംഗിന് സഖാവ് നേരത്തെ ഈ മണ്ഡലത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന എന്തുവാടാ ഇത്, ചെങ്കല്ല് സിമെന്റ് എന്നൊക്കെ. ചെങ്കല്ലേ വാ, അടുത്ത് വാ. എന്തിനാ ചെങ്കല്ല് കാലയിലൊക്കെ വീണ്? എഴുന്നേക്ക്. എന്തൊക്കെയാ പറ. അടുത്ത് കാണുന്ന എന്റെ ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ കരുതിയത്. എന്റെ പേരങ്ങ് വിളിക്കുമ്പോ എനിക്ക് അയ്യോ, ഇതിനകത്തൊക്കെ എന്തിരിക്കുന്നു? നീ സാധാരണ ഒരു അണിയാണോ? നിന്നെ പോലെ ഓരോ ചെങ്കലിനെ വെച്ച് കെട്ടി ബലമായിട്ടുള്ള കോട്ട തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താണോ കരച്ചിലൊന്നും നീ കേൾക്കുന്നില്ലേടാ? പാർട്ടി എന്ന് പറഞ്ഞോണ്ട് നീ ഇങ്ങനെ നടന്നാ മതിയോടാ? ഇവക്ക് വേദന തുടങ്ങിയടാ. ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് ഈ നടു റോഡിൽ പ്രസവിക്കുമെന്നാ തോന്നുന്നേ മഹാഭാവി. നീ നിന്റെ സഖാവും നീ ഇങ്ങനെ നടന്നോടാ. പാർട്ടിയിലുള്ള ഒരാളുടെ ഭാര്യയ്ക്ക് നടുറോഡിൽ പ്രസവോ? എടാ വാടാ ഇങ്ങോട്ട്, വേഗം എന്റെ വണ്ടി എടുക്ക്, സൈറനിട്ട് പോണം. വേഗം കൊണ്ടുപോകും. എനിക്ക് എന്റെ പാർട്ടിയെക്കാട്ടിലും വലുത് എന്റെ അണികളുടെ കുടുംബമാണ്. ഇങ്ങോട്ട് വാ, വേഗം വാ. ഇങ്ങോട്ട് പിടിച്ചേ, ഇതൊന്ന് പിടിച്ചേ. ഇങ്ങോട്ട് വാ, ഇതൊന്ന് മറിക്കേ. വേഗം പേടിക്കണ്ട കേട്ടോ. എടാ ചെങ്കല്ലേ, നിനക്ക് ആൺകുട്ടിയാടാ പറഞ്ഞേക്കുന്നേ. ചെങ്കല്ലേ, നോക്കടാ നിന്റെ മകനെ. സൈറം വെച്ച വണ്ടിയല്ല നിന്റെ മകന്റെ ജനനം. നിന്റെ ചെറുക്കം വലിയ ആളാണ്. എല്ലാം അങ്ങയുടെ അനുഗ്രഹം തന്നെയാ. എന്ത് പ്രശ്നം വന്നാലും MLA സ്ഥാനം എനിക്ക് തന്നെ വേണം, അതിലൊരു മാറ്റവും ഇല്ല. എന്താടോ ഇവൻ എന്നെ കൊണ്ടേ പോവുള്ളൂ. അച്ഛാ, എന്തിനാ അവിടെ വഴക്കുണ്ടാക്കുന്നത്? നമ്മുടെ മണ്ഡലത്തിലെ MLA മരിച്ചു പോയില്ലേ മോനെ, വീണ്ടും ഇലക്ഷൻ വരുവാ. സഖാവ് ആരെ പറയുന്നു അയാളാണ് MLA. അതിലുള്ള വഴക്കാ നടക്കുന്നത്. എന്ത് പണിയായത്? കുറെ ആൾക്കാരെ കൊണ്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയാ പേടിച്ചു പോകുന്നു കരുതിയോ? പാർട്ടി തകർക്കാൻ നോക്കുക. എനിക്ക് MLA സീറ്റ് തന്നെ വേറെ ആൾക്കാർ കൊടുത്തു നോക്ക്, അപ്പോഴറിയാം വിവരം. ആർക്കൊക്കെ എന്ത് പോസ്റ്റ് കൊടുക്കണമെന്ന് പാർട്ടി നേതാവായി ഞാനാ തീരുമാനിക്കണം, അല്ലാതെ താനാരോ? സഖാവ് ചെങ്കല്ല്. എന്തോന്ന് ചെങ്കല്ല്? സഖാവിന്റെ കാറിൽ അന്നൊരു കുട്ടി ജനിച്ചില്ലേ, അത് ഇവനാ. പള്ളിക്കൽ മണ്ഡലമല്ലേ, എന്താ വേണ്ടേ? 10ാം ക്ലാസ്സിൽ ഇവനാണ് സഖാവ് ഏറ്റവും കൂടുതൽ മാർക്ക്. അതിന് മുട്ടായി. ഇവിടെ മനുഷ്യന്റെ ചങ്കിടിക്കോ അവന്റെ സ്നേഹവും മുട്ടായി. നോക്ക്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജാതിക്കാർക്ക് സീറ്റ് കൊടുത്തത് ഒതുക്കി തീർക്കാൻ നോക്കണ്ട. വേണ്ട, ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് അതിന്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പുല്ല് കാണത്തില്ല, ഒരു കാര്യം കാണും. നിങ്ങളുടെയൊക്കെ ജാതി ഒന്ന് ചെയ്യും, പാർട്ടിയുടെ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ ജാതിയുടെ പേര് വെക്ക്. ഒന്നായിട്ടിരുന്ന പാർട്ടി രണ്ടായിട്ട് പിളക്കണമെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെ. എന്താടാ അതിര് കിടക്കുന്നത്? വിചാരിക്കട്ടെ, എനിക്ക് ഇലക്ഷന് സീറ്റ് തരാതെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്ക്. കൊടുക്കുന്നവരെയും വെട്ടും വാങ്ങുന്നവരെയും വെട്ടും. അങ്ങനെ നിങ്ങളുടെ ജാതിക്കാരനെ സന്തോഷിപ്പിക്കാനാ നോക്കുന്നെങ്കിൽ ഒന്ന് കുഴിച്ചു കൊടുക്കാൻ മറ്റേടത്തൊരു പാർട്ടി. ഞാൻ പാർട്ടി കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നത് അയ്യോ. ചെങ്കല്ല്, അറിയാതെ എന്തൊക്കെയോ പറ്റിപ്പോയതാ ചെങ്കല്ല്. ഈ കുറ്റം നീ ഏറ്റെടുക്കാവോടാ? ഈ അവസ്ഥ ഞാൻ പുറത്തോട്ടിറങ്ങിയ എന്തൊക്കെയാ നടക്കുമെന്ന് നിനക്കറിയാവല്ലോടാ. ഇത് എന്റെ പാർട്ടി അല്ലടാ, നീ വളർത്തിയ പാർട്ടി. ഈ നേതാവില്ലേ ഈ പാർട്ടി കുട്ടിച്ചോറാകൂടാ. ഇത് നീ ഏറ്റെടുത്ത ഈ നേതാവിനോടുള്ള സ്നേഹത്തിന് ചിന്തിക്കാതെ നീ ചെയ്തതാണെന്ന് ഈ നാട് മുഴുവൻ വിശ്വസിച്ചോളൂ. ഏറ്റെടുക്കടാ. എടാ ചെങ്കല്ലേ, നിന്റെ മോനെ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോ? ഞാനിവനെ പഠിപ്പിക്കും. നിന്റെ കുടുംബം ഞാൻ രക്ഷിക്കും. നിന്റെ നേതാവ് നിന്റെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുവാടാ. സഖാവ് വിഷമിക്കണ്ട സഖാവേ. സമ്മതിക്കാൻ പോവാണോ അച്ഛാ? ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കാം. കുട്ടികളുടെ ജയിലില് ശിക്ഷ വളരെ കുറച്ചു നാളേ ഉള്ളൂ. ഈ MLA പോസ്റ്റ് അച്ഛൻ ചോദിച്ചു മേടിക്കേ. MLA ആയിട്ട് അച്ഛനെ വേഗം പുറത്തിറക്കച്ചാ. ഞാൻ പാവപ്പെട്ടനായിട്ട് ജനിച്ചത് നിങ്ങളുടെ തെറ്റ്. എന്നാൽ ഞാൻ ഒരു പാവപ്പെട്ടനായി മരിച്ചെങ്കിൽ അത് എൻ്റെ തെറ്റാണ്.
അങ്ങനെ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല അച്ഛാ. എന്താ സമ്മതമല്ലേ? എങ്കിൽ പുറത്തു പോയി പറ എൻ്റെ അച്ഛനാ സീറ്റെന്ന്. അച്ഛാ, അച്ഛനും പുറത്തേക്ക് പൊക്കോ. പണത്തിനു വേണ്ടി ബിസിനസ്മാനായ മാണിക്യത്തിന്റെ മകളെയും സുഹൃത്തുക്കളായ 3 പേരെയും തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരു തെളിവും കിട്ടാത്ത നിലയ്ക്ക് കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ വേണ്ടി തുടർന്നും അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പണത്തിനു വേണ്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഇത് ജനങ്ങളെയെല്ലാം വളരെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയവർ ഒരു പ്രത്യേക സംഘമാണെന്ന് അറിയപ്പെടുന്നു. അന്യ സംസ്ഥാനത്തേക്കും ഇവരെക്കുറിച്ച് അന്വേഷിക്കുവാൻ പോലീസ് സംഘം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്താ കളിയാ, പാഴ്സൽ അങ്ങ് ചെയ്തല്ലേ? എഴുന്നേക്കണം. മതിയായല്ലേ? എടാ, ആരെടാ നിങ്ങളൊക്കെ? കുട്ടികളെ സ്ത്രീകളെ കടത്തിക്കൊണ്ട് പോകുന്ന സംഘമല്ലേ? നല്ല കാര്യം, ഞങ്ങളെ മാത്രം കൊണ്ടുവരാതെ ഇവളെ കൂട്ടിന് കൊണ്ടുവന്നല്ലോ. ആരുടെ കുഞ്ഞെന്ന് ആർക്കറിയാം? കുറഞ്ഞതൊരു 300 പ്രാവശ്യമെങ്കിലും എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു അല്ലേ? ഹലോ, നിങ്ങളുടെ കെട്ടിയോട് സംസാരിക്കാം. ഞങ്ങളെ ആരോ കടത്തിക്കൊണ്ട് വന്നിരിക്കോ? അഭിരാമി, എന്റെ അനുജൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ തന്നെ രക്ഷിക്കും, പേടിക്കണ്ട. ആ ശരി ചേട്ടാ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ആദ്യ ഭാര്യയെ നിങ്ങൾ രക്ഷിക്കത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ ജീവനാന്ന് എന്നോട് നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ രക്ഷിക്കത്തില്ലല്ലേ? അമലു, നിന്നെ തട്ടിക്കൊണ്ട് പോയോ? എടി അഹങ്കാരി, അപ്പൊ നീയായിരുന്നല്ലേ അയാളുടെ കൂടെ? ചേച്ചി കൂച്ചിന്ന് പോടിയോടുന്ന് നിന്നെ കൊല്ലും ഞാൻ. അമ്മേ അമ്മേ, ഈ ചിട്ടി സൂപ്പർ അമ്മ. നിന്നെ കൊല്ലും ഞാൻ. ഇപ്പോഴല്ലേ അയാളുടെ കള്ളത്തറൊക്കെ പുറത്തു വരുന്നത്? ഇത് കേൾക്ക്, നിങ്ങളുടെ അനിയം ഒന്ന് രക്ഷിക്കുന്നല്ലേ പറഞ്ഞേ? അവനെ ഇവിടെ അടിച്ചിട്ടേക്കുവാ. എന്താ പറഞ്ഞേ? എന്നെ രക്ഷിക്ക്. എന്റെ അനുജൻ എന്തോടാ ചെയ്ത്? അവനെയോ? ഒരു ചെറിയ തല്ലിനെ വിളിച്ച് ഞാൻ സമയമില്ലാന്ന് പറഞ്ഞപ്പോ ഒന്ന് കൊടുത്തു. ഞാൻ ഇവിടെ ചുരുങ്ങോട്ട് കിടപ്പുണ്ട്. പെടക്കാതടാ. ഇവനെയൊക്കെ പോക്കാൻ ഒരു അരമണിക്കൂർ പോലും എനിക്ക് വേണ്ടി വന്നില്ല. കൊന്നു തള്ളാൻ 5 മിനിറ്റ് പോലും വേണ്ട. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ തട്ടിക്കൊണ്ടുപോയ 4 കുട്ടികളെയും അരമണിക്കൂറുള്ളിൽ ഞാൻ പറയുന്നിടത്ത് നീ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കൊളന്നുകൊണ്ടും. വാടാ. നിങ്ങൾ ഇങ്ങോട്ട് വാ. കം. അങ്കിൾ ഞങ്ങള് അമ്മ എവിടെയാ അങ്ങളെ? കം. എടാ മൊട്ടെ, അറിയാമടാ നീ എന്തെങ്കിലും ചേട്ടത്തിനെ കാണിക്കുമെന്ന്. എല്ലാവരോടും മാറി നിൽക്കാൻ പറ. വേഗം വാ. പ്രമുഖ ബിസിനസ്മാനായ മണിയൻ പിള്ളയുടെയും ഡോക്ടർ രാമനാഥന്റെയും 4 പെൺകുട്ടികൾ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയവരെ പോലീസ് വലയിലാക്കിയിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോയവരുടെ ഒളിത്താവളത്തെക്കുറിച്ച് ഇൻഫോർമർ ഒരാൾ അറിയിച്ച അടിസ്ഥാനത്തിൽ ആ സ്ഥലം പോലീസുകാർ വളയുകയായിരുന്നു. ശക്തി, എന്താളയാ? ഇന്ന് എത്ര സെക്കൻഡാ വെക്കണ്ടേ? ഒരു 20 സെക്കൻഡ് വേ. നമുക്ക് നോക്കാം. നല്ല ട്രെയിനിങ് ആയിരിക്കും അല്ലേ? വേഗം വാ, വാ, വാ.
ബൈ ബൈ. ഓക്കേ ബൈ ബൈ. ടിക്കറ്റ് ബൈ ബൈ. ബൈ. ബൈഡാ